ओम नमो भगवते वासुदेवाय धन्वन्तरये अमृतकलशहस्ताय सर्वामय विनाशनाय त्रैलोक्यनाथाय श्रीमहाविष्णवे नमः। अस्मिन् परात्मन्ननुपात्मकल्पे त्वमित्थमुत्थापितपद्मयोनिः अनन्तभूमामरोगराशिं निरुन्ति वातालयवासविष्णो। ओम नमो भगवते वासुदेवाय ओम ശ്രീകൃഷ്ണ പരമാത്മനെ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 50-ാമത്തെ ദശകത്തിലേക്ക് കിടക്കുകയാണ്. 1-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാമത്തെ ശ്ലോകം വരെ ഇന്ന് വായിക്കാം. തരളമധുകൃത് വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിഃ സാഗം വത്സ അനുപാലന ലോലുപാം ഹലധരസഖഃ ദേവശ്രീമൻ വിചേരിതധാരയന് ഗവളമുരളീ ഭവദ്വേദം നേത്ര അഭിരാമ തനുദ്യുതിഃ നേത്രാഭിരാമ തനുദ്യുതിഃ തരളമധുകൃദ്വൃന്ദേ വൃന്ദാവനേത മനോഹരേ തരളമധുകൃദ്വന്ദേ തവലമധുകൃദ്വന്ദേ വൃന്ദാവനേത മനോഹരേ പശുപശി ശിശാഭാഗം പശുപ ശിശുഭിः സാഗം പശുപ ശിശുഭിः സാഗം വത്സ അനുപാലന ലോലുഭഃ പശുപ ശിശുഭിः സഭാഗം പശുപ ശിശുഭിः സാഗം പശുപ ശിശുഭിः സാഗം വത്സ അനുപാലന ലോലുഭഃ ഹലധരസഖഃ ദേവശ്രീമൻ വിചേരിത ധാരയന് ഗവളമുരളീവേദ്രം നേത്രാഭിരാമ രാമാ തനുദ്യുതി രമാ തനുദ്യുതി തരളമധുകൃത് വൃന്ദേ വൃന്ദാവനേധ മനോഹരേ പശുപശിശുഭിः സാഗം വത്സ അനുപാലന ലോലുപഃ ഹലധരസഖോ ദേവശ്രീമൻ വിജയരഥധാരയന് ഗവളമുരളീവേദ്രം നേത്രാഭിരാമാദൗദ്യുതിഃ തരളമധുകൃദ്വന്ദേ വൃന്ദാവനേത മനോഹരേ പശുപശുഭിः സഭാഗം വത്സാനുപാലന ലോലുപഃ ഹലധരസഖോ ദേവശ്രീമൻ വിചേര്യധാരയന് ഗവളമുരളീവേദ്രം നേത്രാഭിരാമദദ്യുതിഃ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ശ്രീവത്സ ബകാസുര വർണ്ണനും അവരുടെയൊക്കെ വധത്തിൻ്റെയൊക്കെ വർണ്ണനയാണ് കേൾക്കുന്നത്. ഐശ്വര്യമൂർത്തിയായ ദേവ അനന്തരം സഖാവായ ബലഭദ്രനും ഒന്നിച്ച് നേത്രാനന്ദകരമായ ശരീരശോഭയോടുകൂടിയ നിന്തിരുപടി ഇളകി പറന്ന് നടക്കുന്ന വരിവണ്ടിൽ നിരയോടുകൂടിയതും ചിത്തം കവരുന്നതുമായ വൃന്ദാവനത്തിൽ കാലിക്കിടാങ്ങളെ പാലിക്കുന്നതിന് താല്പര്യത്തോടു കൂടിയവനായി കൊമ്പ് ഓടക്കുഴൽ ചൂരക്കോൽ ഇവയെ കയ്യിലേന്തി ഗോപബാലന്മാർ ഒന്നിച്ച് സഞ്ചരിച്ചു. ഐശ്വര്യമൂർത്തിയായ ദേവ അനന്തരം സഖാവായ ബലഭദ്രനും ഒന്നിച്ച് നേത്രാനന്ദകരമായ ശരീരശോഭയോടുകൂടിയ നിന്തിരിപടി ഇളകി പറന്നു നടക്കുന്ന വരിവണ്ടി നിരയോടുകൂടിയതും ചിത്തം കവരുന്നതുമായ വൃന്ദാവനത്തിൽ കാലിക്കിടാങ്ങളെ പാലിക്കുന്നതിൽ താല്പര്യത്തോടു കൂടിയവനായി കൊമ്പ് ഓടക്കുഴൽ ചൂരക്കോൽ ഇവയെ കയ്യിലേന്തി ഗോപപാലന്മാരൊന്നിച്ച് ഐശ്വര്യമൂർത്തിയായ ദേവ അനന്തരം സഖാവായ ബലഭദ്രനും ഒന്നിച്ച് നേത്രാനന്ദകരശോഭയോടുകൂടിയ നിന്തിരുപടി ഇളകി പറന്നു നടക്കുന്ന വരിവണ്ടിൽ നിരയോടുകൂടിയതും ചിത്തം കവരുന്നതുമായ വൃന്ദാവനത്തിൽ കാലിക്കിരീടങ്ങളെ പരിപാലിക്കുന്നതിൽ താല്പര്യത്തോടു കൂടിയവനായി കൊമ്പ് ഓടക്കുഴൽ ചൂരക്കോൽ ഇവയെ കയ്യിലേന്തി ഗോപപാലന്മാർ ഒന്നിച്ച് സഞ്ചരിച്ചു. 2-ാമത്തെ ശ്ലോകം. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദരതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനേ കിമിവ നഭവോ സമ്പത് സമ്പൂരിതം തരുവല്ലരി സകിരധരണി ഗോത്ര ക്ഷേത്ര ആദികം കമലാപതേ. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനേ കിമിവ ന ബഭൗ സമ്പത് സമ്പൂരിതം തരുവല്ലരി സകിലധരണി ഗോത്രക്ഷേത്ര ആദികം കമലാപതേ. വിഹിത ജഗതീരക്ഷം ലക്ഷ്മീകരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനേ കിമിവ ന ബഭൗ
സമ്പത് സമ്പൂരിതം തരുവല്ലരി സലിലാധരണി ഗോത്ര ക്ഷേത്രാധികം കമലാപതേ വിഹിത ജഗതി രക്ഷം ലക്ഷ്മീകരാംബുജാളിതം ഹരാംബുജലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവന ത്വയി പാവനെ കിമിവന ബഭൗ സമ്പത് സമ്പൂരിതം തരുവല്ലരി സലിലധാരണി ഗോത്ര ക്ഷേത്രാധികം കമലാപതേ. അല്ലേ ശ്രീകാന്ത, നിന്തിരുവടി പരിപാവനമായ വൃന്ദാവന ഭൂമിയിൽ ലോകരക്ഷ ചെയ്യുന്നതിൽ ഉത്സുകവും ലക്ഷ്മിദേവിയുടെ ഹസ്തപങ്കജങ്ങളാൽ പരിലാളിക്കപ്പെട്ടതുമായ കാലണകളാൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലേ ശ്രീകാന്ത, നിന്തിരുവടി പരിപാവനമായ വൃന്ദാവന ഭൂമിയിൽ ലോകരക്ഷ ചെയ്യുന്നതിൽ ഉത്സുകവും ലക്ഷ്മിദേവിയുടെ ഹസ്തപങ്കജങ്ങളാൽ പരിലാളിക്കപ്പെട്ടതുമായ കാലണകളാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൃക്ഷങ്ങൾ, ലതകൾ, ജലം, ഭൂമി, വളനലം തുടങ്ങിയവ ഏതെല്ലാം സമൃദ്ധിയാണ് ശോഭിക്കാതിരുന്നത്? മൂന്നാമത്തെ ശ്ലോകം. വിലസദുലഭേ കാന്തരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിമുരളീനാഥക സഞ്ചാരയന് ഖലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഃ വിലസദുലഭേം കാന്താര അന്തേ സമീരണകീ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനബലമൂർധസ ലളിതമുരളീനാഥക സഞ്ചാരയന് ഖലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സ ആകൃതിം തം ഉദൈക്ഷതാഃ. വിലസദുലഭേ കാന്തരാന്തേ സമീരണ ശീതളേ വിപുലയാമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളിമുരളീനാഥ സഞ്ചാരയന് ഖലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദീക്ഷതാഃ. നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. വിലസദുലഭേ കാന്തരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനചലമൂർധസു ലളിമുരളീനാഥ സഞ്ചാരയന് ഖലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം ത്വമുദൈക്ഷതാഃ. വിലസതുലഭേ കാന്തരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധന അചലമൂർധസു ലളിതമുരളീനാഥ സഞ്ചാരയന് ഖലുവാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സ ആകൃതിം ത്വം ഉദൈക്ഷതാഃ. ശോഭിച്ചു കൊണ്ടിരുന്ന തൃണവിശേഷങ്ങളോടുകൂടിയ വനമധ്യത്തിലും കുളിരിളം കാറ്റിനാൽ തണുപ്പിക്കപ്പെട്ട വിശാലമായ കാളിന്തി തീര പ്രദേശങ്ങളിലും ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ശിഖരങ്ങളിലും ഭംഗിയിൽ ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് നിന്തിരുവടി പശുക്കിടാങ്ങളെ മേച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ദിവസം പശുക്കുട്ടിയുടെ വേഷം ധരിച്ച ഒരു അസുരനെ കാണാൻ ഇടയായി. നാലാമത്തെ ശ്ലോകം. രഭസവിചലത് പുച്ഛം വിച്ഛായതഃ അസ്യ വിലോകയന് കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമതചരണേ ബിഭ്രദ്ധി ഭ്രാമയൻ മുഹൂരച്ഛകൈഃ തമതപ്രചര വിഭ്രാമയൻ മുഹൂരച്ഛകൈഃ കുഹജന മഹാവൃക്ഷേ ശിഷ്യേപിത ക്ഷതജീവിതം രഭസവിസദൽപുച്ഛം വിച്ഛായതോസു വിലോകയന് കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമതചരണേ ബിഭ്രാമയൻ മുഹൂരച്ഛകൈഃ വിഭ്രാമയൻ മുഹൂരുച്ഛകൈഃ കുഹജന മഹാവൃക്ഷേ ശിഷ്യേപിത ക്ഷതജീവിതം രഭസവിസലത്പുച്ഛം വിച്ഛായതോസു വിലോകയന് കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷമുദീക്ഷിതം തമതചരണേ വിഭ്രാമയൻ മുഹൂരച്ഛകൈഃ കുഹജന മഹാവൃക്ഷേ ശിഷ്യേപിത ക്ഷതജീവിതം. സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതിവേഗത്തിൽ വാലിളക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഇവൻ്റെ കഴുത്ത് അല്പം തിരിച്ചുകൊണ്ടുള്ള പഴുതു നോക്കുന്ന നോട്ടത്തെ കണ്ടിട്ട് അനന്തരം നിന്തിരുവടി കാലിലെത്തിപ്പിടിച്ച് അവനെ പലവരും അതിവേഗത്തിൽ ചുഴറ്റി ജീവൻ പോയപ്പോൾ ഒരു വൻമരത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതിവേഗത്തിൽ വാലിളക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഇവൻ്റെ കഴുത്ത് അല്പം തിരിച്ചുകൊണ്ടുള്ള പഴുതു നോക്കുന്ന നോട്ടത്തെ കണ്ടിട്ട്
അനന്തരം നിന്തിരുവടി കാലിലെത്തിപ്പിടിച്ച് അവനെ പലവരും അതിവേഗത്തിൽ ചുഴറ്റി ജീവൻ പോയപ്പോൾ ഒരു വൻമരത്തിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. സന്തോഷത്തെ സൂചിപ്പിക്കുന്ന വിധത്തിൽ അതിവേഗത്തിൽ വാലിളക്കിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഇവൻ്റെ കഴുത്ത് അല്പം തിരിച്ചുകൊണ്ടുള്ള പഴുതു നോക്കുന്ന നോട്ടത്തെ കണ്ടിട്ട് അനന്തരം നിന്തിരുവടി കാലിലെത്തിപ്പിടിച്ച് അവനെ പലവരും അതിവേഗത്തിൽ ചുഴറ്റി ജീവൻ പോയപ്പോൾ ഒരു വൻമരത്തിലേക്ക് വലിച്ച് എറിഞ്ഞു കളഞ്ഞു. പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്ന ഒരു അസുരനെയും വലിച്ചെറിഞ്ഞു കളഞ്ഞു. 5-ാമത്തെ ശ്ലോകം. നിപതതി മഹാദൈത്യൈ ജാതാ ദുരാത്മനി തത്ക്ഷണം നിപതതി മഹാദൈത്യൈ ജാതാ ദുരാത്മനി തത്ക്ഷണം നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി മഹാദക്ഷിണം നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി ദർശനം നിപതന ജപുക്ഷിണ്ണ ശോണീരുഹ ക്ഷതകാനനേ നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി തക്ഷണം നിപതന ജപക്ഷുണ്ണ ശോണീരുഹ ക്ഷത്രകാനനേ ദിവി പരിമളഃ വൃന്ദാഃ വൃന്ദാരകാഃ കുസുമ ഉത്കരൈഃ ശിരസി ഭവതഃ ഹർഷാത് വർഷന്തി നാമ തദാ ഹരേ നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി തത്ക്ഷണം നിപതന ജപക്ഷുണ്ണ ശോണീരുഹ ക്ഷതകാനനേ ദിവി പരിമില ദ്രന്ദ്വാ വൃന്ദാരകാഃ കുസുമോത്കരൈഃ ശിരസി ഭവതോ ഹർഷാത് ഹർഷന്തി നാമ തദാ ഹരേ നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി തക്ഷണം നിപതന ജപുക്ഷുണ്ണ ശോണീരുഹ ക്ഷതകാനനേ ദിവി പരിമില ദ്രന്ദ്വാ വൃന്ദാരകാഃ കുസുമോത്കരൈഃ ശിരസി ഭവതോ ഹർഷാത് ഹർഷന്തി നാമ തദാ ഹരേ നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി തക്ഷണം നിപതന ദവക്ഷുണ്ണ ശോണീരുഹ ക്ഷതകാനനേ ദിവി പരിമളത് വൃന്ദാഃ വൃന്ദാരകാഃ കുസുമ ഉത്കരൈഃ ശിരസി ഭവതഃ ഹർഷാത് ഹർഷന്തി നാമ തദാ ഹരേ. ദുഷ്ടന്മാർക്ക് അന്ധകരായുള്ളവനെ പ്രകൃതി തന്നെ ദുഷ്ടസ്വഭാവത്തോടു കൂടിയ ആ ദൈത്യയൻ പതനവേഗത്താൽ തകർന്നു വീണ വൃക്ഷങ്ങൾ കാട് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അക്ഷണം തന്നെ നിലംപലിച്ചപ്പോൾ ജ്യോതിർമാർഗത്തിൽ ഒന്നിച്ചുകൂടി നിന്നിരുന്ന ദേവന്മാർ അപ്പോഴുണ്ടായ സന്തോഷാധിക്യത്താൽ അങ്ങയുടെ ശിരസിൽ പുഷ്പസമൂഹങ്ങളാൽ യഥേഷ്ടം വർഷിച്ചുവല്ലോ. ദുഷ്ടന്മാർക്ക് അന്ധകനായുള്ളവനെ പ്രകൃതി തന്നെ ദുഷ്ടസ്വഭാവത്തോടു കൂടിയ ആ ദൈത്യയൻ പ്രകൃത്യാ തന്നെ ദുഷ്ടസ്വഭാവത്തോടു കൂടിയ ആ ദൈത്യയൻ പതനവേഗത്താൽ തകർന്നു വരുന്ന വൃക്ഷങ്ങൾ കാട് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അക്ഷരം തന്നെ നിലം വലിച്ചപ്പോൾ ജ്യോതിർമാർഗത്തിൽ ഒന്നിച്ചുകൂടി നിന്നിരുന്ന ദേവന്മാർ അപ്പോഴുണ്ടായ സന്തോഷാധിക്യത്താൽ അങ്ങയുടെ ശിരസിൽ പുഷ്പസമൂഹങ്ങളാൽ യഥേഷ്ടം വർഷിച്ചുവല്ലോ. നമ്മൾ 5 ശ്ലോകങ്ങൾ ചേർത്ത് വായിക്കാം. 50-ാമത്തെ ദശകത്തിൽ 5 ശ്ലോകങ്ങൾ, ആദ്യത്തെ 1 തൊട്ട് 5 ശ്ലോകം വരെ. തരലമധുഗൃധ്വന്തേ വൃന്ദാവനേധ മനോഹരേ പശുപശി ശിശിസഭാഗം വത്സാനുപാലന ലോലുപഃ ഹലധര സഖോ ദേവ ശ്രീമൻ വിചേരധാരയന് ഗവലമുരളീവേത്രം നേത്രാഭിരാമദൗദ്യുതീ വിഹിതജഗദീരക്ഷം ലക്ഷ്മീകരാംബുജാലലാളിതം ദദതി ചരണദ്വന്ദ്വം വൃന്ദാവനെ ത്വയി പാവനെ കിമിവ ന ബഭൗ സംവത്സരം പൂരിതം തരുവല്ലരി സലിലധാരണി ഗോത്രക്ഷേത്രാധികം കമലാപതേ വിലസദുലഭേ കാന്തരാന്തേ സമീരണ ശീതളേ വിപുലയമുനാതീരേ ഗോവർദ്ധനാചലമൂർധസു ലളി മുരളീരാധക സഞ്ചാരയന് ഖലു വാത്സകം ക്വചന ദിവസേ ദൈത്യം വത്സാകൃതിം തം ഉദൈക്ഷതാഃ രഭസവിസലത് പുച്ഛം വിശ്വായ ദോസു വിലോകയന് കിമപി വലിതസ്കന്ധം രന്ധ്രപ്രതീക്ഷിതമുദീക്ഷിതം തമതചരണേ ബിഭ്രദ്ഭാമയൻ മുഹരുച്ചൈകി കുഹജന മഹാവൃക്ഷേ ശിഷ്യേപി ദക്ഷത ജീവിതം നിപതതി മഹാദൈത്യൈ ജാത്യ ദുരാത്മനി തക്ഷണം നിപതന ജപുക്ഷുണ്ണ ശോണീരുഹ ക്ഷതകാനനേ
दिवि परिमिलधृन्द्वा वृन्तारकाः कुसुमोत्करैः शिरसि भवतो हर्षात् हर्षन्ति नाम तदा हरे। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः।